ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റിനും 4 മണി പലഹാരമായും ഡിന്നറായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മണിക്കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനായി 200 ml ഒരു കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 കപ്പ് തിളച്ച വെള്ളം ഉപയോഗിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത്. മാവ് മിക്സായി വരുന്നതനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. വറുത്ത അരിപ്പൊടിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഇനി ഇത് തണുക്കാൻ മാറ്റിവെച്ച ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമുക്കിനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നല്ലതുപോലെ ചുവന്ന് വരണം. അപ്പോഴേക്കും അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി അളവിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വരുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മണിക്കൊഴുക്കട്ട റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.